എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് കറന്റ് സിറ്റുവേഷൻ ഇൻ യുവർ ലവ് ലൈഫാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടുന്നത് മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെ അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ ഏകാഗ്രതയോടുകൂടി വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങളുടെ പേഴ്സന്റെ ചിത്രം ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട്, നല്ല ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതിനുശേഷം മാത്രം റീഡിംഗിലേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് കിങ് ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 8 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 8 ഓഫ് സ്വോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് സ്വോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ദ ജസ്റ്റിസ് ആണ്. ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെപ്പറേഷൻ ഇഷ്യൂസ് നിങ്ങൾ തമ്മിൽ ഉണ്ടാകാം. മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിലാണെങ്കിൽ കൂടി വലിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകില്ല എന്നാണ് ഇവിടെ കാണുന്നത്. മേ ബി ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നത് നിങ്ങളായിരിക്കാം കൂടുതൽ എഫേർട്ട് എടുത്തത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു താല്പര്യം എടുത്തിട്ടുണ്ടാകുക എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാകുന്ന സമയത്ത് പോലും നിങ്ങളാണ് ഈ വ്യക്തിയെ ഒരുപാട് കോൾ ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് മെസ്സേജ് ചെയ്തിട്ടുണ്ടാകും. മേ ബി ഈ വ്യക്തി അതിനൊക്കെ ഒരു റിപ്ലൈ തരാതിരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ഒരു കോൾഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ്, അതായത് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത പോലെ അല്ലെങ്കിൽ ബിസി ആണ് എന്ന തരത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. അതായത് എനിക്ക് തോന്നുന്നു വിത്ത് 8 ഓഫ് സോർഡ്സ് ആൻഡ് 2 ഓഫ് സോർഡ്സിന്റെ എനർജി തീർച്ചയായും നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിൽ മേ ബി ഈ പേഴ്സൺ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ വേദനിച്ചതാകാം. ഓക്കെ, കാരണം ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫീൽ ചെയ്യുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് ഒരുപാട് വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി ഒരുപാട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാകാം. ഈ വ്യക്തി എനിക്ക് തോന്നുന്നു വിത്ത് ദ കിങ് ഓഫ് കപ്സ് ഈ വ്യക്തി ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. അത് പക്ഷേ ഈ വ്യക്തിക്ക് തോന്നുമ്പോൾ, ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ കാണണമെന്നോ നിങ്ങളെ സംസാരിക്കണമെന്നോ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഈ വ്യക്തി നിങ്ങളോട് വളരെ സ്നേഹമായിട്ടും വളരെ ഒരു ഫീലോട് കൂടിയും നിങ്ങളോട് വന്ന് സംസാരിക്കും. പക്ഷേ ചിലപ്പോൾ ഈ വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ മൊത്തത്തിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്ന പോലെയൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നാം ഈ വ്യക്തി എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒട്ടും തന്നെ നിങ്ങളോട് സ്നേഹമില്ല എന്ന തരത്തിൽ പോലും നിങ്ങൾക്ക് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകാം. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നൊരു ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മേ ബി ഈ പേഴ്സൺ ഒരുപാട് ഓവർ തിങ്കിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓവർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസസ് ഉണ്ട്. മേ ബി ഈ വ്യക്തി കുറച്ചൊക്കെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള നേച്ചർ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാകാം. അതായത് സ്വന്തം താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പേഴ്സൺ ആകാനുള്ള ഒരു ചാൻസസ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ ഒരു കംഫർട്ട് സോൺ ഈ വ്യക്തി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ തോന്നുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുണ്ട്, ഈ വ്യക്തിക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ ചില കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നേടിയെടുക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ചില നിങ്ങളുടെ സ്നേഹത്തിലാണെങ്കിലും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചില വാശികളൊക്കെ ഈ വ്യക്തിക്ക് നടന്നു കാണണം. അങ്ങനെയുള്ള ഒരു എനർജി എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള ഒരു സ്നേഹം, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഈ വ്യക്തി ഇഷ്ടമാണ്, നിങ്ങൾക്ക് തീർച്ചയായും ഈ വ്യക്തിയെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ മറക്കാനോ പറ്റാത്ത രീതിയിൽ അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ കാണുന്നത്. തീർച്ചയായും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അവസാനം നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാൻ പോലും മനസ്സിൽ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടാകാം. പക്ഷേ ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഫീലിംഗ് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഈ വ്യക്തിക്കും ഫീലിംഗ് ഉണ്ട്, പക്ഷേ ഒരു ഡോമിനേറ്റിംഗ് നേച്ചർ ചിലപ്പോഴൊക്കെ ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഒരുപാട് ചിലപ്പോൾ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരണം ഈ വ്യക്തി ചിലപ്പോൾ ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കും, ഒരുപാട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു തരത്തിലുള്ള എന്തെങ്കിലും സംസാരമോ അല്ലെങ്കിൽ പ്രവൃത്തികളോ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ
ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ജസ്റ്റിസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരു ജസ്റ്റിസ് ഇവിടെ സെർവ് ആകാൻ പോകുന്നു. അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ന്യായമായ കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ തീർച്ചയായും കുറെ പേർക്കെങ്കിലും ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഇവിടെ കാണാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് എന്താണോ ന്യായമായുള്ളത് അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതായത് ഈ വ്യക്തിയിൽ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. തീർച്ചയായും ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ജസ്റ്റിസ് കാർഡ് നിങ്ങളുടെ ആ ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ യൂണിവേഴ്സിന്റെ അടുത്ത് എത്തുന്നുണ്ട്. തീർച്ചയായും ആ ഒരു യൂണിവേഴ്സൽ പവർ ഇതിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരും എന്ന് തന്നെയാണ് കാണുന്നത്. മേ ബി ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം. അതിനൊക്കെയും നിങ്ങൾക്കൊരു മികച്ചൊരു റിവാർഡ്, ഒരു പോസിറ്റീവ് റിവാർഡ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ തീർച്ചയായും ഈ വ്യക്തിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേർക്ക് ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. മേ ബി ഒരുപാട് പേർക്ക് ഒരു കോൾ, മെസ്സേജ് ഒക്കെ ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹരേ കൃഷ്ണ.